ഹലോ ഫ്രണ്ട്സ്, ഫിഷ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ തിലോപ്പിയനെയും പിന്നെ കോഴിക്കാർപ്പിനെയാണ് വളർത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി കുറച്ച് ഗപ്പീസിനെയും ഒരു വെറൈറ്റി പ്ലാറ്റീനെയും ഇപ്പോൾ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇത് വളരെ ചിലവ് ചുരുക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 12 രൂപേൻ്റെ ഷീറ്റ് മാത്രമാണ് ഇപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ഒരു നെറ്റിനെല്ലാം കൂടി ഒരു 80 രൂപയെ നമുക്ക് ആകെ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഇത് ആർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണിത്. ഇതിനാകുമ്പോൾ അധികം ചിലവുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗപ്പി നമുക്ക് വളർത്താം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ അത്യാവശ്യം നമ്മളിത് കുളത്തുനിന്ന് കളക്ട് ചെയ്ത ഒരു തരം പായലാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇതൊന്ന് മാറ്റിയിടുന്ന പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളങ്ങ് ഫ്രീ ആയി വിട്ടു കൊടുത്തിരിക്കണം. മറ്റേത് അത്യാവശ്യം നമുക്കിതിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. കാരണം ബ്രീഡിങ്ങിനായിട്ട് അവരെ മാറ്റിയിടണം, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പായൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. അടിയിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഒളിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു പരിധി വരെ ഗപ്പീസ് കുട്ടികളെ തിന്നുന്നതെന്നൊക്കെ ഇത് ഒഴിവായി കിട്ടും. നിങ്ങൾക്ക് ഈ പായൽ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ പായൽ. പിന്നെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, ഇപ്പം ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു സെറ്റപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പം മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിലൊരു ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതിൻ്റെ അറ്റത്ത് തന്നെ ഇത് മണ്ണ് കൊണ്ടാട്ടോ ഇതിൻ്റെ സൈഡെല്ലാം കെട്ടിയിട്ട് നമ്മളിതിൽ ചെറിയൊരു 12 രൂപേൻ്റെ ഷീറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കണ്ടോ ചെറിയൊരു പൈപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതാണ് ഓവർഫ്ലോ. വെള്ളം മഴയത്ത് നിറയുന്ന സമയത്ത് ആ ഓവർഫ്ലോ ആയിട്ട് ആ പൈപ്പിലൂടെ അങ്ങനെ പോയിക്കോളും. അത് എല്ലാ സൈഡിലും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതായത് 3 എണ്ണത്തിൻ്റെയും അറ്റത്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു ഓവർഫ്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം നിറഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവം ഇതിപ്പോൾ വലിയ ആഴമൊന്നുമില്ല, ഗപ്പിക്കായതുകൊണ്ട് വലിയ ആഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിത് ചെറിയ കുഴി പോലെ ഒരു ചതുരാകൃതിയിലൊരു കുഴിയെടുത്ത് ബാക്കി വന്ന മണ്ണ് തന്നെ ഒരു മൺതിട്ട പോലെ സൈഡിലെല്ലാം വെച്ച് കെട്ടി പ്ലാസ്റ്റിക് ഇട്ടു, ഒരു 12 രൂപേൻ്റെ പ്ലാസ്റ്റിക് ഇട്ടു. പിന്നെ ഈ പക്ഷികളിൽ നിന്നൊക്കെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ പക്ഷികളൊക്കെ കൊത്തി തിന്നാൻ ചാൻസ് ഉണ്ട്, കാരണം കൊക്കിൻ്റെ ഒക്കെ ശല്യമുള്ളത് അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് 80 രൂപയായിട്ടുള്ള. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നാലേ കറക്റ്റ് കാണുള്ളൂ. ഇതിപ്പോൾ 3 എണ്ണത്തിലായിട്ട് നമ്മൾ വളർത്തിയിട്ടുള്ളത്. ഒന്നിൽ മിക്സഡ് ഗപ്പീസും, ഒന്നിൽ ഹാഫ് റെഡും, പിന്നെ ഒന്നിൽ യെല്ലോ ടെക്സിഡോനെയാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഗപ്പിക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് ഈ ഫീഡാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ കുറച്ചുകൂടി കാണാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഹാഫ് ബ്ലാക്കിൻ്റെ മിക്സഡ് ഗപ്പീസാണ് ഇപ്പോൾ ഈ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ബൾക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പായൽ നേരത്തെ കാണിച്ച പായലല്ലേ, അത് പായലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടികളെയൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇത് ഒച്ചിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. ഈ ഒച്ചാണെങ്കിൽ ഈ പായലെല്ലാം തിന്ന് നശിപ്പിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ എടുത്ത് കളയാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒച്ചിൻ്റെ വളർച്ച നശിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ആർക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഹാഫ് റെഡിനായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ 3 എണ്ണമായിട്ട് ഹാഫ് റെഡിനും മിക്സഡിനും പിന്നെ ഒരു യെല്ലോ ടെക്സ്ഡും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹാഫ് റെഡിന് വേണ്ടിയിട്ടാണ്. ഹാഫ് റെഡിൻ്റെ ചെറിയ കുട്ടികളായി ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് 2 ഹാഫ് ബ്ലാക്കിൻ്റെ മിക്സഡ് ഗപ്പീസിനെയും 2 ഹാഫ് റെഡിനെയും, അതായത് ഓരോ പെയർ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നുണ്ടായ കുട്ടികളാണ് ഇപ്പോൾ ഇത്രയും ഉണ്ടായത്. നമ്മൾ ആകെ 2 പെയർസിനെ എടുത്തത്. അത് വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഈ പായലിട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളെയൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫീഡ് ചെയ്ത് കാണിക്കാം. ഇത് 2 സൈസിലാണ് ഉള്ളത്. അതൊന്ന് ഇപ്പോൾ ഇതാ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായതാ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ. നമുക്ക് എന്തായാലും ഇവരെ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം.
ഹാഫ് റെഡിൻ്റെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം വാലൊക്കെ കളർ വന്നു തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് ഇതിൽ ചെറുതായിട്ടേ കാണുള്ളൂ, ക്ലിയർ കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരൊറ്റ വലിയ ഫീമെയിൽ ഇതിലുള്ളൂ, അതിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികളെ കിട്ടിയിട്ടുള്ളത്. ക്യാമറയുടെ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ഇതിൽ കാണുന്നുണ്ടല്ലേ, അത് അത്ര വലിയ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാലും ഹാഫ് റെഡിൻ്റെ ചില കുട്ടികളുടെയൊക്കെ വാലെല്ലാം റെഡായി തുടങ്ങിയിട്ടുണ്ട്. കളർ കയറുന്നേ ഉള്ളൂ, അതിനുള്ള വലിപ്പമാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇട്ടിട്ട് അധികം ആയിട്ടില്ല കുട്ടികളെല്ലാം. എന്നാലും കഴിയുന്നത് ഇങ്ങനത്തെയൊക്കെ പായൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറേ കുട്ടികളെയൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം ഈ മറ്റേത് ഇല്ലെങ്കിൽ ഈ തള്ളകപ്പി തിന്നു പോകാൻ ചാൻസ് ഉണ്ട് കുട്ടികളെല്ലാം. നമ്മൾ അത്യാവശ്യം സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ പിന്നെയും കുറച്ചെങ്കിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വളർത്താൻ ഉദ്ദേശിച്ച് എടുക്കുകയാണെങ്കിൽ കുറേ എണ്ണത്തിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ ഹാഫ് റെഡിനെ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ഫീമെയിലിനെ മാത്രം എടുത്ത് നമ്മൾ അത്യാവശ്യം പ്രസവിക്കാനായ ഒരു ഫീമെയിലിനെ മാത്രമായിരുന്നു നമ്മൾ അന്നൊരു ഫാമിൽ പോയപ്പോൾ എടുത്തിരുന്നത്. ആ ഒറ്റ ഒന്നിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം ഇത് 2 മാസമായിട്ടുണ്ടാവും. അതിൽ കുറച്ച് സൈസ് വ്യത്യാസം കാണുന്നില്ല. അതിൽ ഫസ്റ്റ് ഇറങ്ങിയ കുട്ടികൾ അത്രയായി. ഇതിപ്പോൾ ആ ചെറിയ കാണുന്ന കുട്ടികൾ ഇതിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. വെറും 2 മാസം കൊണ്ട് ഏകദേശം നമുക്കിപ്പോൾ ഇത്രയായത്, ഒരൊറ്റ ഫീമെയിലെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാഫ് ബ്ലാക്കിനെ അങ്ങനെ തന്നെയാണ് എടുത്തത്, ഒരൊറ്റ ഫീമെയിലിനെ എടുത്തത്, അതായത് ഒറ്റ പെയർ. അത് മെയിലിനെ നമ്മൾ അങ്ങനെ എടുക്കാറില്ല അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് എടുക്കുകയാണെങ്കിലും ഈ അത്യാവശ്യം സെറ്റപ്പിൽ വളർത്താനാണെങ്കിലും ഒരു 1-2 പെയർ മാക്സിമം എടുത്താൽ മതി. അത് തന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വേഗം അത്യാവശ്യം സൈസാവും. ഇത് കണ്ടില്ലേ, ചെറുതാണെങ്കിലും ഹാഫ് റെഡിനൊക്കെ അത്യാവശ്യം കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് വാലിനെല്ലാം. പിന്നെ കഴിയുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പായൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അതാകുമ്പോൾ ബ്രീഡിങ് ആയാലും കുട്ടികളെ കൈ തന്നെ വളർന്നോളും. മറ്റേ നമ്മൾ വേറെ ടബിലേക്ക് മാറ്റി നമ്മളെ സമയവും പോവും. ഇതാകുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ പ്ലാറ്റീസിനെ വളർത്താൻ വേണ്ടി സെറ്റാക്കിയ ചെറിയൊരു ഇതാട്ടോ. ഇതൊരു പണ്ടത്തെ ഒരു മരപ്പെട്ടിയായിരുന്നു. ആ മരപ്പെട്ടീൻ്റെ ഉള്ളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ തന്നെ 12 രൂപേൻ്റെ ഒരു പ്ലാസ്റ്റിക് വെച്ച് അതിൻ്റെ മേലെ ചെറിയൊരു നെറ്റ് കിട്ടും. പിന്നെ ഈ പ്ലാറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മോശമായാലും ഇവറ്റൊക്കെ അങ്ങനെ ചത്തു പോകുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് വെള്ളത്തിലും ഇവ അത്യാവശ്യം പിടിച്ചേക്കുന്നത്, അങ്ങനെ വെള്ളത്തിൻ്റെ pH ഒന്നും ഇവരെ വല്ല ബാധിക്കാറില്ല. വെള്ളം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാറുമില്ല. ഇത് അത്യാവശ്യം പായലെല്ലാം വളർത്തി വരുന്നൊരു സെറ്റപ്പാണ്. ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ മീനിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ മേലെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്ലാറ്റീസിൻ്റെ ചെറിയ ബേബീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയൊരു ഓറഞ്ച് ഡോട്ട് പോലെ കാണാം. അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ. ഇതും നമ്മളിതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് ഒരു 4 പ്ലാറ്റീനെ വാങ്ങിയതായിരുന്നു, 2 പെയർ. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ കുട്ടികളാണ് ഇപ്പോൾ ബ്രീഡായി കിടക്കുന്നത്. അതിൽ നിന്നൊരു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായി, അത് വീണ്ടും ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട്. നല്ല കളറുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറുതാണെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ തന്നെ നല്ല കളറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഇതങ്ങനെ വിട്ടു കൊടുത്തിരിക്കുക ഫ്രീ ആയിട്ട്. അവർക്ക് ഏത് വെള്ളത്തിലും അങ്ങനെ അത്യാവശ്യം വളരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വെള്ളമൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. പിന്നെ ഇതിൻ്റെ വലുതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലുള്ള നമുക്ക് ചെറിയ ബേബീസിനെ കാണാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വെള്ളം പച്ചയായതുകൊണ്ട് അങ്ങനെ കാണാനും ചാൻസ് കുറവാണ്. എന്നാലും ചെറിയ കുട്ടികളൊക്കെ ചെറുതാണെങ്കിൽ നല്ല കളറുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇവരെ വലിയ പ്ലാറ്റീസ് ഒന്നും അങ്ങനെ പുറത്തോട്ട് വരാറില്ല അധികം. എല്ലാവരും അടിയിൽ തന്നെ, അടിയിൽ നമ്മൾ ചെറിയ പായലും ഇതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ.